ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ലിത്തോഗ്രാഫി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലിത്തോഗ്രാഫി എന്നുള്ള വാക്ക് ഇതൊരു പഴയ ഗ്രീക്ക് വേർഡായിട്ടുള്ള ലിത്തോസ് എന്നുള്ള ഒരു വാക്കിൽ നിന്ന്, ലിത്തോസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലിത്തോഗ്രാഫി എന്നുള്ള വാക്ക് ഉണ്ടായത്. ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സ്റ്റോൺ, കല്ലാണ് ലിത്തോസ് എന്ന് പറയുന്നത്. ഗ്രാഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ എഴുതുക എന്ന് പറയും. അപ്പോൾ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ കല്ലിൽ എഴുതുക എന്നോ അല്ലെങ്കിൽ കല്ലിൻ്റെ സഹായത്തോടു കൂടി എഴുതുക എന്നൊക്കെ അതാണ് ഈ ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രിൻറ്റിംഗ് മെത്തേഡ്, and it is a printing method which is originally based on the immiscibility of oil and water. ഇപ്പോൾ എണ്ണയും നമ്മൾ സാധാരണ നമുക്കറിയാവുന്ന പോലെ എണ്ണയും വെള്ളവും തമ്മിൽ മിക്സ് ആവില്ല, ഇത് എപ്പോഴും വേർതിരിഞ്ഞ് കിടക്കും. അല്ലെ, എണ്ണയ്ക്കകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെ വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓയിലും വെള്ളവും തമ്മിൽ മിക്സ് ആവില്ല, ഇത് തമ്മിൽ എപ്പോഴും വ്യത്യസ്തമായിട്ട് കിടക്കും എന്നുള്ള ആ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ട് കല്ലുപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പഴയ രീതിയാണ് ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. ഇതൊന്നും ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല, ഈ ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. സോ ഇവിടെ ലിത്തോഗ്രാഫിയിൽ പ്രിൻറ്റിങ് ഈസ് ഡൺ ഫ്രം എ സ്റ്റോൺ ഓർ ലിത്തോഗ്രാഫിക് ലൈം സ്റ്റോൺ. ഒരു ലിത്തോഗ്രാഫിക് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ലിത്തോഗ്രാഫിക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ലൈം സ്റ്റോണാണ്, നമ്മളുടെ ചുണ്ണാമ്പ് കല്ലൊക്കെ ഒന്നുമൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്റ്റോണാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റിൽ ഈ സ്റ്റോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ കല്ലിൽ, ഈ ചുണ്ണാമ്പ് കല്ലെന്നൊക്കെ പറയുന്ന ലൈം സ്റ്റോൺ എന്ന് പറയുന്ന കല്ലിൽ പ്രിൻ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യം എന്താണോ, ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ ഇമേജ്, അല്ലെങ്കിൽ എഴുത്താണെങ്കിൽ എഴുത്ത്, ആ പ്രിൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സ്റ്റോണിൽ മൂർച്ചയുള്ള ഒരു കത്തി, നൈഫോ അല്ലെങ്കിൽ ഉളി പോലുള്ളൊരു സാധനം എന്തെങ്കിലും ഉപയോഗിച്ച് അതിൽ കൊത്തിയെടുക്കും. കൊത്തിയെടുത്തിട്ട് ഇതുപോലെ ഇപ്പോൾ ഒരു ഇമേജ് ആണെങ്കിൽ ഇതുപോലെ ഈ കല്ലിൽ ആദ്യം ഇത് കൊത്തിയെടുത്തിട്ട് അതിൽ മഷി തേച്ച് അത് പേപ്പറിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ സീലടിക്കുന്നത് പോലെ ഇതിലേക്ക് മഷി പുരട്ടിയിട്ട് അത് പേപ്പറിലേക്ക് പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ടെക്നിക്കാണ്. 1796 1796 ഒരു ജർമ്മൻ ഓതറായിരുന്ന, അതുപോലെ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആക്ടറൊക്കെ ആയിരുന്ന അലോയിസ് സെനേഫെൽഡർ എന്ന് പറയുന്ന ആൾ വളരെ കുറഞ്ഞ ചെലവിൽ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിക്കൽ വർക്ക്, അദ്ദേഹത്തിൻ്റെ നാടക സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു രീതി പ്രൊഫഷണലായിട്ട് ചെയ്തത്. അപ്പോൾ ഈ ലിത്തോഗ്രാഫിയിൽ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്റ്റോൺ എടുത്ത് വെച്ചിട്ട്, ലൈം സ്റ്റോൺ എടുത്ത് വെച്ചിട്ട് അതിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ആ ഒരു ഇമേജ് അല്ലെങ്കിൽ എഴുതാവുന്ന കാര്യം അത് അതിൽ വരയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള ഒരു വസ്തു കൊണ്ട് അത് കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ കൊത്തിയെടുക്കുന്നതിന് പകരമായിട്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ലിത്തോ ക്രയോൺ, അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്ന ഒരു ക്രയോൺ, നമ്മളുടെ ഒരു കുട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രയോൺ പോലെയുള്ള ഒരു വസ്തു കൊണ്ട്, അല്ലെങ്കിൽ ഗ്രീസി ആയിട്ടുള്ള ഇങ്ക് കൊണ്ട് ആണ് ഇതിൽ വരയ്ക്കുകയോ മാർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം ഈ വെള്ളം പറ്റി പിടിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഈ സാധാരണ ഇങ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഗ്രീസി ഇങ്കാണ് ഉപയോഗിക്കുന്നത്. അത് ഓയിൽ ബേസ് ചെയ്ത് വെള്ളം പറ്റാത്ത രീതിയിലുള്ള മഷിയോ അല്ലെങ്കിൽ ക്രയോണൊക്കെ പോലെയുള്ള വസ്തുവോ ഒക്കെയാണ് ഇതിൽ വരയ്ക്കാനായിട്ടോ എഴുതാനായിട്ടൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം
അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാറുണ്ട്. സ്റ്റോണിൽ വെള്ളം നനയ്ക്കും. വെള്ളം ബാക്കി ഭാഗത്ത്, ഈ വരച്ചു വച്ചിരിക്കുന്ന ഭാഗം ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗത്ത്, അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടാത്ത ഭാഗത്ത് വെള്ളം നനയ്ക്കും. അപ്പോൾ അതിനുശേഷം ഇത് മഷി ഇതിലേക്ക് പറ്റിക്കും, മഷി തേക്കും. അപ്പോൾ മഷി തേച്ച് കഴിയുമ്പോൾ ഈ വെള്ളം പിടിച്ചിട്ടുള്ള ഭാഗത്ത് മഷി ഓയിലി ആയിട്ടുള്ള ഇങ്ക് ആയതുകൊണ്ട് അത് വെള്ളം തേച്ച് വെച്ചിരിക്കുന്ന ഭാഗത്ത്, ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് ആ മഷി പറ്റി പിടിക്കില്ല. അല്ലാതെയുള്ള നേരത്തെയുള്ള ഗ്രീസി ആയിട്ടുള്ള പെയിൻറ് കൊണ്ട്, ഇങ്ക് കൊണ്ട് പടം വരച്ചിരിക്കുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ക്രയോൺ വെച്ചിട്ട് പടം വരച്ചിരിക്കുന്ന ഭാഗത്ത്, അവിടെ മാത്രം ഈ പ്രിൻ്റ് ചെയ്യാനുള്ള ഇങ്ക് മഷി പറ്റി പിടിക്കും. അപ്പോൾ ഈ പടത്തെ മാത്രം മഷി പറ്റും, ബാക്കിയുള്ളിടത്ത് വെള്ളം തേച്ച് വെച്ചിരിക്കുന്നുണ്ട് അവിടെയൊന്നും മഷി പറ്റത്തില്ല. കാരണം ഓയിലി ആയിട്ടുള്ള മഷിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ഷീറ്റിലേക്ക് പേപ്പർ വെച്ച് പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ലിത്തോഗ്രാഫിയിൽ പ്രിൻറ്റിങ് നടക്കുന്നത്. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. അതിലത് കാണിക്കുന്നുണ്ട്, അത് കണ്ടു മനസ്സിലാക്കുക. The artist marks the stone with greasy crayon and then covers it with a thin film of water. When the ink is applied, it is attracted only to the greasy image and repelled by the water, which fills the other areas of the stone. This artist has chosen to work on Bavarian limestone and is resurfacing a previously used stone. In a special graining sink, the artist wets the stone and applies carborundum grit. The surface texture of the stone, which will affect the look of the final print, depends upon the level of grit the artist chooses. The stone can have a coarse, rough texture or a smooth, glass-like surface. By grinding with another stone, the artist can be sure that the surface of the stone is level and ready for printing. If the surface isn't perfectly level, it will break under the intense pressure of the press. In lithography, the artist creates the image by marking the stone with greasy materials. In this case, he begins with a liquid substance called touche. After mixing the touche to the correct consistency, the artist paints it onto the stone to create the background of the image. To transfer an outline, the artist copies the image onto tracing paper and dusts the front of the sheet with iron oxide. Since the printing process will reverse the image, he places the tracing paper face down on the stone. As the artist retraces the design, the iron oxide is transferred to the stone. Lithography allows the artist to draw freely, in this case with a greasy lithographic pencil. He could also use lithographic chalks or crayons. Because the skin contains enough oil to cause a mark on the stone that will print, a small wooden bridge rests on the stone to prevent any contact between the stone and the artist's hand. The artist can also scrape the stone to bring out highlights. To begin processing the stone, the artist applies a layer of talc to absorb the excess grease from the crayon and touche. Next, he brushes on powdered rosin to protect the stone from the strength of the acid. To chemically fix or etch the image onto the stone, the artist mixes a solution of gum arabic and a small amount of nitric acid. The acid fixes the greasy image areas into the stone and desensitizes the non-image areas from receiving ink. The artist adds more solution to those areas that may require a stronger etch. To ensure that all areas have been etched, the artist checks the stone with a magnifying glass. To prepare the stone for printing, the artist dissolves the crayon and touche of the original drawing with an oil-based solvent. Since the image and non-image areas have been etched onto the stone with the gum arabic solution, a ghost of the picture remains visible. Asphaltum is applied to make the image areas even more receptive to the greasy ink. When the stone is dry, it is ready to print.
The artist mixes the thick and tacky lithography ink and then spreads it on the flat surface of an inking slab. With a leather roller, he spreads the ink evenly over the slab. Because lithography depends upon grease and water repelling each other, the artist must keep the surface of the stone damp with a thin film of water throughout the printing process. The water collects in the non-image areas of the stone and repels the greasy ink, while the image areas attract the greasy ink and repel the water. After the artist applies an even layer of ink, he carefully places a sheet of paper on the stone. Next, a few pieces of newsprint and the tympan are added to even the tension of the press. The pressure bar is lowered into place, and the stone is rolled through the press. The paper is carefully pulled from the stone to reveal the finished print, which is a mirror image of the stone. അപ്പോൾ ഇത്രയും വിശദമായിട്ടൊന്നും നമുക്കത് പഠിക്കേണ്ട കാര്യമില്ല. ഇതിലിപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് അവർ ചെയ്യുന്നതാണ് കാണിച്ചത്. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമുക്കത് സാധാരണഗതിയിൽ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റോണിൽ ഈ പ്രിൻ്റ് ചെയ്യാനുള്ള പടം വരച്ചു വെക്കും. ആ വരച്ചതിന് ശേഷം അതൊരു വെള്ളം ഉപയോഗിച്ചത് നനയ്ക്കും. നനച്ചിട്ട് ഗ്രീസി ആയിട്ടുള്ള ഒരു ഇങ്ക് അതിൽ ഉപയോഗിക്കും. പ്രിൻ്റ് ചെയ്യാനുള്ള ഭാഗത്ത് മഷി അവിടെ മാത്രം പറ്റി പിടിക്കും. അതിനുശേഷം അവർ പേപ്പറിലേക്ക് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതാണ് ലിത്തോഗ്രാഫി എന്ന് പറയുന്നത്. ഇതൊരു പഴയ ടെക്നിക്കാണ്, ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. അത്രയേ ഉള്ളൂ.